ഈ കമ്മലൊക്കെ ഞാൻ എന്റെ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? പക്ഷേ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ ഇതൊക്കെ എന്റെ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഞാനൊരു പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഒന്ന് രണ്ട് കുറച്ച് വീഡിയോസിലൊക്കെ. ഞാൻ ഈ പ്ലസ് ടു കഴിഞ്ഞൊരു ടൈമിൽ ഫാഷൻ ഡിസൈനിങ് പ്ലസ് ജ്വല്ലറി മേക്കിങ്ങിന്റെ കോഴ്സിന് പോയിട്ടുണ്ടെന്ന്. അതായത് ഞാൻ പ്ലസ് ടു പാസ് ഔട്ട് ആയത് 2014ലാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം ഇതിനെല്ലാം ഒരു 11 കൊല്ലത്തെ പഴക്കമുണ്ട്. അന്ന് മേടിച്ച സാധനങ്ങളാട്ടോ. അന്ന് ഈ ഒരു പേപ്പർ കമ്മലില്ലേ, എനിക്ക് തോന്നുന്നു ചന്ദനമായ സീരിയലിൽ അമൃത ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള ഒരു കമ്മലാണിത്. ട്രെൻഡിങ് കമ്മലായിരുന്നു. സോ അന്ന് ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ കമ്മലാക്കാനൊക്കെ മേടിച്ച സാധനങ്ങളൊക്കെയാണ് ഇത്. എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ കളയുന്നതൊന്നും ഇഷ്ടമില്ല. ഞാൻ എവിടെ പോയാലും ഇതൊക്കെ എൻ്റെ കൂടെ തന്നെ വരാറുണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞ് ബാംഗ്ലൂർ പോയപ്പോൾ ഇതെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അന്ന് പിന്നെ എനിക്ക് ബോറടിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ജോബ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ ഒരു കൊറോണ സമയത്ത് ഒരുപാട് നമുക്ക് ഫ്രീ ടൈം ഒക്കെ കിട്ടുമല്ലോ, അങ്ങനെയൊക്കെ ഒരുപാട് സമയം ഞാൻ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ആ ഒരു പേപ്പർ കമ്മൽ ഉണ്ടാക്കുന്നതിന്റെ ടൂളാണ് നേരത്തെ നിങ്ങൾ കണ്ട ഒരു കമ്പി പോലത്തെ സാധനം. പിന്നെ ഈ പ്ലെയറും കാര്യങ്ങളൊക്കെ തുരുമ്പടിച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ഇതൊന്നും കളയാതെ ഞാൻ ഇപ്പോഴും കൂടെ കൂട്ടാറുണ്ട്. പിന്നെ ഈ ഒരു കമ്മൽ എങ്ങനെയുണ്ട്, ഈ ഒരു കമ്മൽ കംപ്ലീറ്റ് ആക്കിയിട്ട് ഇതിന്റെ രണ്ടാമത്തെ പേരാണ് കേട്ടോ മറ്റത്. അതെന്തോ ആ ഒരു ഷേപ്പ് അങ്ങോട്ട് ശരിയായില്ല, അങ്ങനെ ഒരെണ്ണം ചെയ്യാണ്ടിരുന്നതാണ്. അപ്പൊ എന്നെപ്പോലത്തെ ഇതേപോലത്തെ വട്ട് സ്വഭാവങ്ങളൊക്കെ ഉള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് പറഞ്ഞപ്പോൾ മറ്റേ ഉർവശി ഞാൻ പണ്ട് തേച്ച ബ്രഷ് അങ്ങനെ പറഞ്ഞതാണ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കമ്മലൊക്കെ ഞാൻ ബാംഗ്ലൂർ ആയിരുന്ന ടൈമിൽ ആക്കിയതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യണേ.